ഈ സാറ്റർഡേ നൈറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പിറ്റേ ദിവസം വർക്കിനൊന്നും പോകണ്ടല്ലോ. കാരണം സൺഡേ എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങാം. അതുകൊണ്ടിട്ട് തലേ ദിവസം എത്രത്തോളം ടയേർഡായാലും എനിക്ക് കുഴപ്പമില്ല. ഈ ശനിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിയ ദോശമാവായിരുന്നു കേട്ടോ. പക്ഷെ അന്നത്തെ ദിവസം എഴുന്നേക്കാൻ വേണ്ടി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ രാത്രി അത് ഡിന്നർ ആക്കാമല്ലോ എന്ന് വിചാരിച്ചത്. ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് സാമ്പാർ വെച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് റെഡി ആയിട്ടില്ല കേട്ടോ. എല്ലാവരും വെക്കണ ആ ഒരു ടേസ്റ്റ് ഒന്നും വരാറൊന്നുമില്ല. അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഈസി ആയിട്ടുള്ള സാമ്പാർ വെക്കാനാണ് നോക്കണം. കാരണം കുറേ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ വാപ്പിന് അതൊന്നും അങ്ങനെ സാമ്പാറില്ല, വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ കഴിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പെട്ടെന്ന് എൻ്റെ ആകെ ഒരു പൊട്ടറ്റയും ഒരു ക്യാരറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ വേഗം വെജിറ്റബിൾസൊക്കെ എടുത്ത് കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തിട്ട് യൂട്യൂബ് നോക്കിയ പോലെ തന്നെ കേട്ടോ. അതായത് അതിനകത്ത് അവരെന്താ പറയണം, ഇത്ര സ്പൂൺ ഉപ്പിടാൻ പറഞ്ഞാൽ അത്രയേ ഇടുള്ളൂ. കാരണം എക്സ്ട്രാ എൻ്റെ കയ്യിൽ നിന്ന് ഇടാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, സാമ്പാർ വെക്കാൻ മാത്രമുള്ള ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ വേപ്പില എന്തായാലും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ നോക്കിയപ്പോൾ. അപ്പോൾ വേപ്പില എപ്പോഴോ മുമ്പ് വാങ്ങിച്ച് വെച്ച വേപ്പിലയാണ്. അതിനുണ്ട് സൗണ്ട് ഉണ്ടാക്കി ഇട്ടുകൊണ്ടിരിക്കണം. അതിന് തൊണ്ട എന്തോ ചൊറിഞ്ഞിട്ട് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം കേട്ടോ. ഡേ ടൈമിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റോഡ് സൈഡ് തന്നെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കും. പിന്നെ വൈകുന്നേരം എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ സമയത്ത് പള്ളിയിൽ ദിക്കറും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയും വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ്. ഇപ്പോൾ അതിനൊന്ന് ഉറക്കിയിട്ട് ചെയ്യാൻ വെച്ചപ്പോൾ അതിന് ഉറങ്ങണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കിടന്നുറങ്ങിയിട്ട് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും മടിയാവും. ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഈ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ടൈമിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് തന്നെയാണ് കുറേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ഇന്നലെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും നുണ പറയണേന്ന് വിചാരിക്കും കേട്ടോ. ഇന്നലെ എൻ്റെ ഇക്കാക്ക എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എന്നെ ഫോണിൽ വിളിച്ചാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇക്കാടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അമീർ തന്നെ പേര്. അപ്പോൾ ഇക്കാക്ക എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്, ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്, വീഡിയോ വന്നിട്ടുണ്ടാകുന്നൊക്കെ ഡെയിലി നോക്കാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് ഇന്നലെ രാത്രിയാണ് എന്നോട് സംസാരിച്ചത്. അപ്പം തന്നെ ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വേഗം എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തേക്ക് ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. ഇതിപ്പോൾ സൺഡേ ആണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ഫസ്റ്റ് കാണിച്ചത് തേങ്ങ ചിരകാനുള്ള മടി കാരണം ഞാൻ ഇങ്ങനെ തേങ്ങ പൊളിച്ചെടുക്കൂലേ, നമുക്ക് കത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്യും. അപ്പോഴേക്കും ചിരകിയ പോലെ തന്നെ ഇരിക്കും. പിന്നെ ആ തേങ്ങ എടുത്തിട്ടാണ് ഞാൻ ചട്നി ഉണ്ടാക്കുന്നത്. ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ശ്രദ്ധിച്ചത്, ജിഞ്ചർ പേസ്റ്റാണെന്ന് വിചാരിച്ചിട്ട് ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ചേട്ടാ. രണ്ടും ഓൾമോസ്റ്റ് സെയിമാണ് കാണാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് മനസ്സിലാവില്ല. പെട്ടെന്ന് ധൃതിക്കൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല, മനസ്സിലാവുന്നില്ല എന്നല്ല, ശ്രദ്ധിക്കില്ല. പിന്നെ അതിനകത്ത് ഇട്ട് ആ ഗാർലിക് പേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് രണ്ടാമത് ജിഞ്ചർ പേസ്റ്റ് ഇട്ടിട്ടാണ് ഞാൻ ഈ മിക്സിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചട്നി ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിനകത്ത് അവർ ഇഞ്ചി ഇടാനാണ് പറഞ്ഞത്. ഇഞ്ചി ഇല്ലാത്തതുകൊണ്ടിട്ടാണ് എനിക്ക് ഈ ഇഞ്ചിയൊക്കെ ചതക്കാനുള്ള മടി കൊണ്ടാണ് ഈ പേസ്റ്റൊക്കെ വാങ്ങിച്ച് വെക്കണം. കാരണം രാവിലെ ഈ പെട്ടെന്ന് പോണ ഒരു ധൃതിക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയേക്കണത് ഇതിൻ്റെയൊക്കെ പേസ്റ്റ് വാങ്ങിച്ച് വെക്കണതാണ് ബെറ്റർ. പിന്നെ അധികം കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയതായിട്ട് കുക്കിംഗ് ഒന്നും അറിയില്ല. എന്ത് ചെറിയ സാധനം ഉണ്ടാക്കണമെങ്കിലും എനിക്ക് യൂട്യൂബ് നോക്കണം, അല്ലാതെ ഒറ്റക്ക് കയ്യിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അറിയില്ല കേട്ടോ. പിന്നെ മെയിനായിട്ട് ഈ ദോശ ഫസ്റ്റത്തെ ദോശ എന്താണെന്ന് ഇവിടെ എപ്പോൾ ഉണ്ടാക്കിയാലും ഫസ്റ്റത്തെ ദോശ ശരിയാവില്ല. അത് കഴിഞ്ഞിട്ടുള്ള ദോശ മാത്രമേ ശരിയാവുള്ളൂ കേട്ടോ. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയാലും അതെ, ഇഡ്ഡലി ചില സമയത്ത് ഇഡ്ഡലിയുടെ ഷേപ്പ് പോലും വരില്ല. എന്തോ ലാവ കേക്കിലൊക്കെ ലാവ വരണ പോലെയൊക്കെ ആയിരിക്കും ഇഡ്ഡലിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ആ സംഭവം ഈ മാവൊക്കെ വരും. അതെന്തോ ഞാൻ പറഞ്ഞില്ല, എനിക്കെന്തോ കറക്റ്റ് അറിയത്തില്ല. ചിലപ്പോൾ ചെയ്ത് ശീലമായിരിക്കും. പിന്നെ എപ്പോഴും ഇട്ട് അങ്ങോട്ട് ചെയ്യാറില്ല കേട്ടോ. കണ്ട ഫസ്റ്റത്തെ ദോശ ഇങ്ങനെ കൊളായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം വാപ്പിക്കാണ് ദോശ ഉണ്ടാക്കിയത്. വാപ്പി വെയിറ്റിംഗ് ആയിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വാപ്പിക്കും അതിനും കൂടി ഒരുമിച്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനു ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് ദോശ. വാപ്പിയും പറയണ്ടായിരുന്നു നല്ല ദോശയെന്ന്. ഞങ്ങൾ നോർമലി വാങ്ങിക്കണ ആ മാവല്ല വാങ്ങിച്ചത്, ഒരു ബേക്കറിയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ നിന്ന് പെട്ടെന്ന് എല്ലാവരും കൂടുതൽ കൊണ്ടുപോകണ ഈ മാവാന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നോ മാവാണ്. അപ്പോൾ അതവർ ലൈസൻസ് കൊടുത്തിട്ട് സെയിൽ ചെയ്യണമെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരോട് ഫുഡൊക്കെ കഴിച്ചതിന് കിടന്നപ്പോഴേക്കും ഞാൻ അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഓൾറെഡി പോയി കിടന്നത്. പിന്നെ ഞാൻ അത് വന്നപ്പോൾ ഞാൻ അതിനും കൂടി ദോശ ഉണ്ടാക്കി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടിട്ടാണ് ഞാൻ അത് വന്നപ്പോഴേക്കും ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഞാൻ അത് വന്ന പഠന റൂമിൽ അവിടെ ഇവിടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും കേട്ടോ. അതൊക്കെ ഞാൻ പുറകെ നടന്നു വേണം എടുത്തേക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കണേണ്ട. അപ്പോഴാണ് ഈ ഡയറി കാണിച്ചത്. റീഗലിൻ്റെ ഡയറി ആയിരുന്നു അത്. അപ്പോൾ എല്ലാം ബ്ലാക്ക് കളറായിരുന്നു. ഞാൻ എടുക്കണതും ഞാതും എടുക്കണതൊക്കെ ചിലപ്പോൾ എൻ്റെ ഡയറി എടുത്തിട്ട് ഞാൻ അത് പോവും, ഞാതിൻ്റെ ഡയറി എടുത്ത് ഞാൻ പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിനൊരു പഴയ ഷർട്ടായിരുന്നു, ആ ഷർട്ട് വെച്ചിട്ട് അതിനകത്ത് കവർ ചെയ്താണ് കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്, എൻ്റെ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. രാവിലെ പോയപ്പോൾ ഞാൻ ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കഴുകിയിട്ടിട്ടാണ് പോയത്. വന്നപ്പോഴേക്കും വാപ്പി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കണേണ്. അതിൻ്റെ ഇടയ്ക്ക് അതിന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വന്നിട്ട് അതിനെ കുളിപ്പിച്ചായിരുന്നു. കുളിപ്പിച്ച ആ ഒരു ഇതിലാന്ന് തോന്നുന്നു, പെട്ടെന്ന് അതിന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഞാനും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ട് നാളത്തേക്കുള്ള അലക്കാനൊക്കെ നോക്കി വെച്ച്. സൺഡേ എനിക്ക് അലക്കാൻ ഭയങ്കര മടിയാണ്, എങ്കിലും അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അലക്കാമെന്ന് വിചാരിച്ച് ഡെയിലി പ്ലാനറിൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി നോക്കിയിട്ടാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ.